കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇനിയിപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച, അതായത് ഡിസംബർ 18-ാം തീയതി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലേ? കുചേല ദിനമാണ്. കുചേലനെ കുബേരനാക്കിയ ദിനം. അതായത് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ ഭഗവാൻ കൃഷ്ണനും സുദാമാവും കൂടി കൂട്ടുകാരായി പഠന സമയത്ത് ചിലവഴിച്ച നിമിഷങ്ങളിൽ നിന്നുള്ള അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷം സ്വന്തം കൂട്ടുകാരനെ കണ്ട ആ ഒരു അനുഭവമാണ് കുചേല ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുചേലനെ കുബേരനാക്കി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദാരിദ്ര്യം മാറി. ഒരു പിടി അവിൽ കഴിച്ചപ്പോൾ ആ ഗ്രാമവും വീടും എല്ലാം രക്ഷപ്പെട്ടു. സാമ്പത്തികവും ഐശ്വര്യമൊക്കെ വന്നു എന്നുള്ളതർത്ഥം. അങ്ങനത്തെ ആ കുബേര ദിനാണ്, അതായത് കുചേലനെ കുബേരനാക്കിയ ദിനാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ പ്രധാനമാണ്. നമ്മുടെ ഗുരുവായൂരും വളരെ പ്രാധാന്യത്തോടെ കൂടി കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ചയാണ് അത്. എന്താ പറയുക, എല്ലാവർക്കും കുചേല ദിനത്തിൽ വന്നിട്ട് ഗുരുവായൂർ വന്നിട്ട് ഒരു പിടി അവിൽപ്പൊതി സമർപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും മഹത്തരമാണ്. അതൊന്നുമില്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലെങ്കിലും ശ്രീകൃഷ്ണനെ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള അതൊക്കെ ഉണ്ടാവില്ല, ഫോട്ടോൻ്റെ മുന്നിലെങ്കിലും ഒരു പിടി അവിൽ വാങ്ങിയിട്ട് സമർപ്പിക്കുക. വളരെ നല്ലതാണ്. ഗുരുവായൂർ വരാൻ കഴിഞ്ഞാൽ ഏറ്റവും മുജ്ജമ്മ സുഹൃതം തന്നെയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലെത്തിയിട്ട് കുചേലനായിട്ട് വന്ന് ഗുരുവായൂരപ്പനെ വണങ്ങി അവിൽപ്പൊതി സമർപ്പിച്ച് കുബേരനായിട്ട് തിരിച്ചു പോവാനുള്ള ആ അനുഗ്രഹം ലഭിക്കട്ടെ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ? പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ? ക്രൂരവിഷാദ ശരം കൊണ്ടു നീറുമിൻ നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥൻ്റെ കാൽക്കലൻ കണ്ണുനീർ പ്രണാമം. സ്നേഹസതീർത്ഥൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. അങ്ങനെ നമ്മൾ കുചേലനായിട്ടുള്ള വന്ന്, അതായത് ധനം മാത്രമല്ല എല്ലാ ക്ലേശങ്ങളും കുചേലനായിട്ട് വന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ അങ്ങോട്ട് അവിൽപ്പൊതി സമർപ്പിച്ചാൽ പിന്നെ നമ്മൾ കുബേരനായി ആ ദിവസത്തിൽ. ആ ബുധനാഴ്ച, ഈ വരുന്ന 18-ാം തീയതി, അതായത് മറ്റന്നാൾ ബുധനാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിൽപ്പൊതി സമർപ്പിക്കുക. ഗുരുവായൂർ വരാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിഗ്രഹത്തിന് പാതാളാഞ്ജനശില എന്ന ആ വിഗ്രഹത്തിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ ദർശിച്ച് അവിൽപ്പൊതി നൽകാനുള്ള ഒരു എന്താ പറയുക, ആത്മനിവൃത്തി എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.